ചുവന്ന കടല ഒരു 8 മണിക്കൂർ നേരമെങ്കിലും കുതിർത്താനായിട്ട് വെക്കണം. നന്നായിട്ട് കുതിർത്തതിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കാം. ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും കൂടെ ചേർത്ത് വേവിച്ചെടുക്കാം. ഒരു ബൗളിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ സാധാരണ എരിവുള്ള മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. കുറച്ചും കൂടെ വെള്ളം ഒഴിക്കണം. ഇനി നല്ല മിക്സ് ആക്കാം. നമ്മുടെ നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വയ്ക്കാം. എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കുറച്ച് ജീരകം നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ബേ ലീഫ്, പട്ട, ഗ്രാമ്പു, ഏലക്ക എല്ലാം ഒന്ന് വറുത്തെടുക്കണം. ഇനി ഇതിലേക്ക് 2 സബോള ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. സബോള നന്നായിട്ട് വഴണ്ട് വരണം. ഒരു ബ്രൗൺ കളർ ആവണം. അപ്പോൾ സബോള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞ് കൂടെ ചേർത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമുളകൊന്ന് മാറി വരണം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അടി പിടിക്കുന്നു തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമുളക് നന്നായിട്ട് മാറി വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ മിക്സാക്കി വെച്ചേക്കണ ആ മസാല ചേർത്ത് കൊടുക്കാം. ഇനി മസാല നന്നായിട്ട് ഇളക്കിയിട്ട് അതിൽ വെള്ളമൊക്കെ വറ്റിയിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരണം. ഇപ്പോൾ ഇതാ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 തക്കാളി മിക്സിയിൽ അരച്ചെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് തക്കാളിയിൽ അത് വെള്ളമൊക്കെ വറ്റിയിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതേപോലെ നന്നായിട്ട് തിള വന്നതിന് ശേഷം മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം സിമ്മിൽ വെക്കാം. ഒരു 10 മിനിറ്റ് ഒക്കെ ആയിട്ട് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ കണ്ട എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതേപോലെ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരണം. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചേക്കണ കടല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കടലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി ഇതിലേക്ക് നമ്മുടെ ഗ്രേവിക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. കുറച്ച് കസൂരി മേത്തി ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റ് നേരം സിമ്മിൽ വെക്കാം. മൂടി വെക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ തുറന്ന് തന്നെ വെച്ചാൽ മതി. ഇപ്പോൾ കണ്ട ഒരു 10 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. എണ്ണയൊക്കെ മേലെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാല, അതുപോലെ തന്നെ മല്ലിയില ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് നേരം മൂടി വയ്ക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം. കാണുമ്പോൾ തന്നെ അറിയാലോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ആപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കൂടെ കഴിക്കാം. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഇഷ്ടമായാൽ ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം.